أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الحمد لله حمدا كثيرا طيبا مباركا وبعد الصلاة والسلام على نبي الله. സ്നേഹ ബഹുമാനരായ സത്യവിശ്വാസി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വെളിച്ചം പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 45-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തൊട്ട് മുമ്പത്തെയുള്ള ക്യാമ്പയിനിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണെന്നും അതിനെ വെറുതെ സൃഷ്ടിച്ചതല്ലെന്നും വിശ്വസിക്കാൻ തയ്യാറുള്ളവർക്ക് അതിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ടെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നത്. തുടർന്നുള്ള വചനങ്ങളിൽ അള്ളാഹു 45-ാമത്തെ വചനത്തിൽ പ്രധാനമായും 3 കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിലൊന്ന് വേദഗ്രന്ഥത്തെ പാരായണം ചെയ്യുക, 2 നമസ്കാരം അത് കൃത്യമായി നിർവഹിക്കുക, 3 അള്ളാഹുവിനെ ധാരാളം സ്മരിക്കുകയും ചെയ്യുക. ഈ 3 കാര്യങ്ങളാണുള്ളത്. അപ്പോൾ വചനം 45-ലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, നിനക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ നിന്നും നീ പാരായണം ചെയ്യുക, നിങ്ങളത് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ഇത് പ്രവാചകനോടാണ് നേരിട്ട് സംസാരിക്കുന്നതെങ്കിലും സർവ്വ വിശ്വാസികളുടെ മേലും ബാധ്യതയുള്ളൊരു കാര്യമായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗങ്ങളെ, പ്രഖ്യാപനങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഭാഗത്തെ, ഈ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് വായിക്കുന്ന ഈ ഒരു ഭാഗത്തെ 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഒന്ന്, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നവരും ഈ ദൃഷ്ടാന്തങ്ങളെ ബോധ്യപ്പെടുന്നവരും അംഗീകരിക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഇവിടെ വിശ്വാസികൾ എന്ന നിലയിൽ നിത്യജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കർമ്മം എന്ന നിലയിൽ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ദൈവിക ഗ്രന്ഥം പാരായണം ചെയ്യലും പഠിക്കലും അത് ചർച്ചയ്ക്ക് വിധേയമാക്കലുമൊക്കെ ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന നിലക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം കൽപ്പനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളും നമുക്ക് വായിക്കാം. വിശ്വാസി വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ വായന അവൻ പതിവാക്കുമ്പോൾ അവൻ്റെ ഈമാനിനെ വർദ്ധിപ്പിക്കാനും അതിന് ശക്തി കൂട്ടാനും അതിന് വരുന്ന ദുർബലതയെ അല്ലെങ്കിൽ അതിൻ്റെ മാറ്റ് കുറയുന്നതിൽ നിന്നൊക്കെ അവന് മാറി നിൽക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശ്വാസിയുടെ ഈമാനിനെ തന്നെ പിടിച്ചു നിർത്താൻ അവനെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ പാരായണം. അപ്പോൾ അതുകൊണ്ട് അതിനെ തൊട്ട് അവനെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെ പറ്റി അതിങ്ങനെ പറയുകയും അതിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് വിശദീകരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആ ദൈവിക ദൃഷ്ടാന്തങ്ങളെ ആ നിലക്ക് നോക്കിക്കാണാനും അവയുടെ സൃഷ്ടിപ്പിൻ്റെ രഹസ്യങ്ങളെപ്പറ്റി ആലോചിക്കാനും പറ്റുന്ന ധാരാളം പ്രഖ്യാപനങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. തൊട്ട് മുമ്പ് ആകാശഭൂമികളെ പറ്റി പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ധാരാളം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ്റെ ഒട്ടനവധി ആയത്തുകൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉദാഹരണം, അഫ്ലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിയത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുത്തിഹത്. ഇങ്ങനെ ധാരാളം പ്രപഞ്ച വിസ്മയങ്ങൾ അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് കാണാം. അത് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. കേവലം അതൊക്കെ അനുഭവിക്കാനും കണ്ണുകൊണ്ട് നോക്കിക്കാണാനും ഉള്ളതല്ല, മറിച്ച് അകക്കണ്ണുകൊണ്ട് അതിനെ മനസ്സിലാക്കി സൃഷ്ടാവിൻ്റെ അടയാളങ്ങളായി അത് ബോധ്യപ്പെടാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് മനുഷ്യൻ്റെ ചിന്തയെ, വിശ്വാസിയുടെ എന്നല്ല, അതിലേക്ക് മനുഷ്യൻ്റെ ചിന്തയെ ഉണർത്തുന്ന തരത്തിൽ ദൈവിക വചനങ്ങളെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയാണ് നമ്മോട് പറയുന്നത്. അപ്പോൾ അത് ആ വിശുദ്ധ വേദഗ്രന്ഥത്തെ ആ നിലക്ക് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹു എന്ന ശക്തിയെ
ബോധ്യപ്പെട്ടതിനെ ഒന്നുകൂടെ സ്വയം അത് ഉൾക്കൊള്ളാനും അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ട് അവനെ ഒന്നുകൂടെ മനസ്സിൽ രൂഢമൂലമാക്കുവാനും അതോടൊപ്പം തന്നെ അത് പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അത് അറിയിക്കാനുമൊക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവരെ നമ്മൾ സ്വയം ഓതുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കൽ കൂടെയാണ്. അപ്പോൾ ആ നിലക്ക് അവരെ അറിയിക്കുക എന്നുള്ളൊരു സന്ദേശമൊക്കെ ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിനെ, ഈ വേദഗ്രന്ഥത്തെ ഭൗതികമായ അറിവിന് വേണ്ടി അതിൻ്റെ പ്രത്യക്ഷത്തിൽ മാത്രം, അതിൻ്റെ ബാഹ്യമായി മാത്രം അതിനെ സമീപിച്ച ഒരുപാട് ആളുകൾ അവസാനം അതിൻ്റെ അകക്കാമ്പ്, അതിൻ്റെ പൊരുള്, അന്തസത്ത മനസ്സിലാക്കി ഇസ്ലാമിനോട് ചേർന്നിട്ടുള്ള, ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരുപാട് ആളുകളുടെ, വ്യക്തികളുടെ ജീവിതങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ അതുകൂടെ അത് ചേർത്ത് വായിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ ഈ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ വചനത്തിയുടെ രണ്ടാമത്തെ ഭാഗം വാഖമിസ്വല, നമസ്കാരം എന്ത് ചെയ്യുക, അത് നിലനിർത്തുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ ഉണർത്തുമ്പോൾ ധാരാളമായി ഉപയോഗിച്ചൊരു പദമാണ് ഈ അഖമിസ്വല, അതിനെ നിങ്ങൾ നിലനിർത്തുക. ഇഖാമത്തുസ്വല, നമസ്കാരം അതെന്ത് ചെയ്യുക, പതിവാക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇഖാമത്ത് എന്ന് പറയുമ്പോൾ ആ നമസ്കാരം നമസ്കരിക്കേണ്ട വിധത്തിൽ അതിൻ്റെ രൂപവും അതിൻ്റെ സമയവും അതിൻ്റെ ഭാവവും എല്ലാം പരിഗണിച്ച് അതിലൊരു വിട്ടുവീഴ്ചയുമില്ലാതെ അത് ചെയ്തു പോരുന്നതിനെയാണ് ഇഖാമത്ത് സ്വലാം സൂചിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ അപ്രകാരമാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്നവന് വിശ്വാസിയാവാൻ പോലും സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ പ്രത്യക്ഷമായ അടയാളം, ഒരാൾ മുസ്ലിമാണ് എന്ന് തെളിയിക്കുന്നതിൻ്റെ പ്രകടമായ അടയാളം അത് നമസ്കാരമാണെന്നും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി അസ്വല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമസ്കാരം, അത് എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും നിർവഹിക്കുന്നതിനല്ല, അതിൻ്റെ ആ രൂപഭാവ മട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ, അള്ളാഹു കൽപ്പിച്ചതുപോലെ അതിനെ നിർവഹിച്ചു പോരുന്നതിനാണ് ഇഖാമത്ത് സ്വലാ എന്ന് പറയാം. നമ്മൾ മറ്റ് ആരാധനകൾ വിശുദ്ധ ഖുർആനിൽ ചെയ്യാൻ വേണ്ടി പറയുന്നിടത്തൊക്കെ അതിങ്ങനെ നിർവഹിക്കുക, അത് നിങ്ങൾ നൽകുക എന്നൊക്കെയുള്ള രീതിയിലാണ് പ്രയോഗങ്ങളുള്ളത്. പക്ഷേ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ അത് നിങ്ങൾ നിലനിർത്തുക, ഇഖാമത്ത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നാണ്. കാരണം മറ്റ് ആരാധനകളൊക്കെ ഒരു പക്ഷേ അത് ചെയ്യാതിരിക്കാനുള്ള ഇളവുകളൊക്കെ, അത് തീരെ ജീവിതത്തിൽ നിർവഹിക്കേണ്ടതാത്തതായിട്ടുള്ള സമയങ്ങളൊക്കെ ഒരാളെ സംബന്ധിച്ച്, ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ചൊക്കെ വന്നേക്കാം. പക്ഷേ നമസ്കാരം അങ്ങനെയല്ല. അത് അവൻ്റെ ജീവിതത്തിൽ അവനെപ്പോഴും നിർവഹിക്കേണ്ട, ഒരു നിലക്ക് ഉപേക്ഷ വരുത്താതെ ചെയ്യേണ്ടത് എന്ന നിലക്ക് ഉള്ളൊരാരാധന ആയതിനാൽ, അത് അവൻ്റെ ഇസ്ലാം മുസ്ലിമാണ് എന്നുള്ള അതിൻ്റെ അടയാളം കൂടി ആയതിനാൽ അതങ്ങനെ തന്നെ നിർവഹിച്ചു പോരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇഖാമ എന്നുള്ള പദം പ്രയോഗിച്ചത്. ഇനി ആ വചനത്തിലുള്ളത് ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, അതായത് ആ നമസ്കാരം എല്ലാവിധ നീചവൃത്തിയിൽ നിന്നും നിഷിദ്ധമായതിൽ നിന്നൊക്കെ മനുഷ്യനെ വിരോധിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ നമസ്കാരത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി, അതുകൊണ്ട് കിട്ടേണ്ട ഗുണത്തെപ്പറ്റി, പ്രയോജനത്തെപ്പറ്റി പറയാണ്. ആത്മാർത്ഥമായ നമസ്കാരം ഒരാളെ ചെറുതും വലുതുമായ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും തടയുന്നു എന്നുള്ളതാണ്. ഫഹഷ എന്ന് ഭാഷയിൽ പറയുമ്പോൾ അതിർ വരമ്പ് മറികടന്നു പോകുന്നതിനാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത് എന്നാണ്. അതായത് ജീവിതത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള സീമകളെ ലംഘിച്ച് അതിനെ മറികടന്ന് ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിക്കും വേണമെങ്കിൽ ഫഹഷ എന്ന് പറയാം. അതായത് അത് ഫഹ്ഷയിൽ ഉൾപ്പെടുമെന്നുള്ളതാണ്. മുൻകർ എന്ന് പറയുമ്പോൾ മഅറൂഫ് എന്നതിൻ്റെ സദാചാരം, നന്മകൾ, മൂല്യങ്ങൾ, ധാർമ്മികമായ കാര്യങ്ങൾ, ഇതിനൊക്കെ വിപരീതമായ ഒരു പദമാണ് മുൻകർ എന്നുള്ളത്. അതായത് അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അത് ചെറുതും വലുതായിരുന്നാലും. അപ്പോൾ ഈ രണ്ട് പദങ്ങളും, അതായത് ഫഹ്ഷാ മുൻകറും ഒരേ വചനത്തിൽ വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാ ചെറുതും വലുതുമായ തിന്മകളിൽ നിന്ന് അവനെ തടയുന്നു എന്ന് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ ഒറ്റക്കൊറ്റക്ക് തനിച്ചാവുമ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ സംഭവിക്കുന്ന തിന്മകളുണ്ടല്ലോ, അവയിൽ നിന്നും സാമൂഹ്യപരമായ മനുഷ്യനെ ഒന്നടങ്കം ബാധിക്കുന്ന തിന്മകളുണ്ടല്ലോ, കുടുംബസമേതൊക്കെ, അങ്ങനെയുള്ള തിന്മകളിൽ നിന്നൊക്കെ അവനെ തടയുമെന്നൊക്കെ ഈ രണ്ട് പദം ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് അങ്ങനെ കൂടെ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള വ്യാഖ്യാനങ്ങൾ കൂടെ ഇതുമായി ബന്ധപ്പെട്ട് വായിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി ഈ 5 നേരത്തെ നമസ്കാരങ്ങളെ കൊണ്ട് ഒരാളുടെ എല്ലാവിധ തിന്മഭാവങ്ങളെയും അല്ലെങ്കിൽ തിന്മകളെയും അതിന് കടിഞ്ഞാണിടാൻ, അതിന് നിയന്ത്രണം നൽകാൻ അയാളെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ഒരാൾക്ക് നമസ്കാരക്കാരൻ ഇങ്ങനെ മാറി നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിലോ അവൻ്റെ ആ നമസ്കാരം ആത്മാർത്ഥമല്ലെന്നും അവൻ ആ നമസ്കാരത്തിൻ്റെ അന്തസത്ത അറിഞ്ഞ് ഇനി നമസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടും അവൻ്റെ നമസ്കാരം അവൻ ഒന്നും കൂടെ അത് ശരിപ്പെടുത്തേണ്ടതുണ്ട് എന്നൊക്കെയാണ് ഈ വചനം വ്യംഗ്യമായി സൂചിപ്പിക്കുന്നത്. അതായത് നമസ്കാരം കൃത്യമുള്ള ആത്മാർത്ഥതയുള്ള ഒരാളിൽ നിന്ന് ഫഹ്ഷാ മുൻകറും സംഭവിക്കുക എന്നുള്ളത് വളരെ
സാധ്യത കുറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരാളുടെ വീടിൻ്റെ ചാരത്ത് ഉള്ള ഒരു അരുവിയിൽ നിന്ന് 5 നേരം ഒരാൾ കുളിച്ചാൽ അയാളുടെ ശരീരത്തിൽ അഴുക്കും വല്ലതും ബാക്കിയാവുന്നുണ്ട് സ്വഹാബ എന്ന് ചോദിക്കുന്നുണ്ട്. സ്വഹാബത്ത് ഇല്ല നബിയെ എന്ന് പറയുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് 5 നേരത്തെ നമസ്കാരം. അത് ചെയ്തവനെ സംബന്ധിച്ച് പിന്നെ അവൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ സംഭവിക്കൂല, പാപങ്ങളായ അഴുക്കുകൾ അവശേഷിക്കൂല എന്നുള്ളതാണ്. മാത്രമല്ല അള്ളാഹുവിനെ കൂടുതൽ ഓർക്കാനും അതിലൂടെ ഈമാൻ വർദ്ധിപ്പിക്കാനും പാപങ്ങളോട് അകലം പാലിക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രായപൂർത്തിയായവൻ്റെ മേല് മതം നമസ്കാരത്തെ നിർബന്ധമാക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമസ്കാരത്തെ നഷ്ടപ്പെടുത്തുകയും തന്നിഷ്ടങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്നവരെ പറ്റി അവർക്ക് വല്ലാത്ത കഠിനമായ ശിക്ഷയാണ് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ നമസ്കാരം ഒരാളുടെ തന്നിഷ്ടങ്ങളിൽ നിന്ന്, ഇച്ഛകളിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താനൊക്കെ സഹായിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ സ്മരണ അത് വളരെ മഹത്തരമാണ്, വലിയ കാര്യമാണ് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് 1-2 ആശയങ്ങൾ എങ്ങനെ വായിക്കാം. ഒന്നാമത്തത്, അള്ളാഹുവിനെ സദാസമയം മനസ്സിൽ ഓർക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അനിവാര്യമായ കാര്യമാണല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുമ്പോൾ മനസ്സറിഞ്ഞവനെ സ്മരിക്കുന്ന ഒരവസ്ഥ എപ്പോഴും വിശ്വാസികൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. റബ്ബിനെ വിസ്മരിച്ചു പോകുന്ന ഒരു ദുർബല നിമിഷവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാൻ അവൻ ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. രണ്ടാമത് പറയുന്നത്, റബ്ബിനെ ധാരാളമായി ഓർക്കുന്ന ദിക്ർ ദുആകളുണ്ടല്ലോ, അങ്ങനെയുള്ള കലിമകൾ, വചനങ്ങൾ, ഇപ്പോൾ തഹ്മീദ്, തസ്ബീഹ്, തഹ്ലീലുകളൊക്കെ, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ നാവിനെ നനഞ്ഞതാക്കാനും അവൻ്റെ ഹൃദയത്തിൻ്റെ ആ ഒരു നിർമ്മലത വർദ്ധിപ്പിക്കാനും നിലനിർത്താനൊക്കെ അവനെ സഹായിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്താണ് ഏറ്റവും നല്ല ശ്രേഷ്ഠ കർമ്മമെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, തൻ്റെ നാവ് ദിക്റിനെ കൊണ്ട് നനവാർന്നിരിക്കുമ്പോൾ ഒരാൾക്ക് ഇഹലോകത്ത് നിന്ന് വിട പറയാൻ കഴിഞ്ഞാൽ, ഭാഗ്യം കിട്ടിയാൽ അതാണ് ഏറ്റവും നല്ല ശ്രേഷ്ഠമായ കർമ്മമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നുമുണ്ട്. മാത്രമല്ല നാവിന് വളരെ ഭാരം കുറഞ്ഞതും നിങ്ങളുടെ മീസാനിൽ ഏറെ കനം തൂങ്ങുന്നതുമായിട്ടുള്ള കർമ്മങ്ങളെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് ഇത്തരം ദിക്റുകളെ പറ്റിയാണ്. അപ്പോൾ ആ ദിക്റുകളുടെ മഹത്തരത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞത് എന്ന് കാണാം. മറ്റൊന്നുള്ളത്, ഈ വചനത്തിൽ സൂചിപ്പിച്ച നമസ്കാരം എന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് ഊന്നി പറഞ്ഞതാണ് ഈ വലദിക്റുല്ലാഹി അക്ബർ എന്നുള്ളത്. അതായത് നമസ്കാരത്തിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ് ദിക്ർ ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ കൂടുതൽ സമയം ധാരാളമായി ഓർക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു ആരാധന കൂടിയാണ്, നിർബന്ധ ആരാധന കൂടിയാണ് നമസ്കാരം എന്നുള്ളത്. അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് തന്നെയാണ് നമസ്കാരത്തിൻ്റെ ഒരു ആകത്തുക. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എടുത്താൽ റബ്ബിനെങ്ങനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ദിക്ർ ദുആകൾ തന്നെയാണുള്ളത്. അപ്പോൾ ആ നിലക്ക് ആ നമസ്കാരത്തിൻ്റെ ഉദ്ദേശമാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നമസ്കാരത്തെക്കാൾ കവിഞ്ഞ് മറ്റൊരു ദിക്റും ഇല്ല എന്നുള്ളതാണ്. അഖമിസ്സലാത്ത ലിദിക്രി, വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കരിക്കുവിനെന്ന്. അപ്പോൾ ആ നമസ്കാരത്തിൻ്റെ മറ്റൊരു ഉദ്ദേശമാണ് ഇവിടെ വലദിക്റുല്ലാഹി അക്ബർ എന്നുള്ളത്. നാലാമത് ഒരു വ്യാഖ്യാനം ഇങ്ങനെ കൂടെ കാണാമെന്നുള്ളതാണ്. അതായത് ഈ വചനത്തിൽ ദൈവിക സ്മരണ നിലനിർത്താനുള്ള 2 കാര്യങ്ങൾ ആദ്യം സൂചിപ്പിച്ചു. അതായത് ഒന്നത് ഖുർആൻ പാരായണമാണ്, രണ്ടാമത്തത് നമസ്കാരമാണല്ലോ. ഓക്കെ, അപ്പം അങ്ങനെയെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുക, ശേഷം പറയുന്നത് അള്ളാഹുവിൻ്റെ സ്മരണ ഏറ്റവും വലുതാണെന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിനെ സ്മരിക്കുക എന്നതിന് പകരം അള്ളാഹുവിൻ്റെ സ്മരണ വളരെ വലുതാണ് എന്ന നിലയ്ക്ക് അതിന് വായിക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക, നമസ്കാരം നിലനിർത്തുക, ഈ കർമ്മങ്ങളിലൂടെയൊക്കെ ഒരാൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ, ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ സ്മരിച്ചാൽ തീർച്ചയായും അവൻ്റെ കാര്യത്തിൽ അള്ളാഹു ഓർക്കുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ആരുണ്ടാകും? ആ വിശ്വാസി ഉണ്ടാകും എന്നൊരാശയമാണ് ഇവിടെ നൽകുന്നത് എന്നാണ്. അള്ളാഹുവിൻ്റെ സ്മരണയിൽ ഈ നേരത്തെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ ഉണ്ടാകും. അതൊരു വലിയ മഹത്തരമായ കാര്യമാണ്. ഒരു ആളെ പറ്റി അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ അവൻ കത്ത് സൂക്ഷിക്കുക എന്നുള്ളത് എത്ര വമ്പിച്ച മഹത്തരമായ പറഞ്ഞറിയിക്കാനാവാത്ത കാര്യമാണ്. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. 2-ാം അധ്യായം 152-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറഞ്ഞത് ഇതേ ആശയം മറ്റൊന്നുണ്ടെന്നാണ്. ഫദ്കുറുനി, നിങ്ങൾ എന്നെ ഓർക്കുക, അത് കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത് എന്നും പറയുന്നുണ്ട് അള്ളാഹു ആലം. ഇനി വചനം അവസാനിപ്പിക്കുന്നത് വല്ലാഹു യഅലമു മാ തസ്നഊൻ, അള്ളാഹു കാര്യങ്ങളെ പറ്റിയൊക്കെ നന്നായി അറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. വിശ്വാസികളെ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക, അതിനായി നമസ്കരിക്കുകയും ഖുർആൻ പാരായണം നടത്തുകയും ചെയ്യുക. ഇതൊക്കെ ഒറ്റക്കും കൂട്ടായും രഹസ്യമായും പരസ്യമായും ഒക്കെ എങ്ങനെ നിങ്ങൾ നിർവഹിച്ചാലും
അത് അള്ളാഹു അറിയുന്നുണ്ട്. അവൻ തക്കതായ പ്രതിഫലം നൽകുമെന്നുള്ള സന്തോഷ വാർത്തയാണ് അവിടെ പറയുന്നത് എന്നുള്ളതാണ്. അല്ല, അതിന് മറ്റൊരു മറുവശമുള്ളത്, ആരാണ് നന്നായി അള്ളാഹുവിനെ ഓർക്കുന്നത്, ആരാണ് അതിൽ നിന്ന് മാറി നിൽക്കുന്നത്? നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവനാരാ? അതിന് കഴിയാതെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താതെ, നമസ്കരിക്കാതെ അല്ലെങ്കിൽ നമസ്കരിച്ചിട്ടും ലക്ഷ്യത്തിലേക്ക് എത്താതെ പ്രകടനപരതയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ആളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ ദുനിയാവിൻ്റെ നേട്ടത്തിനൊക്കെ വേണ്ടിയിട്ട് ഇബാദത്തിനെ ഇങ്ങനെ നിഷ്ഫലമാക്കി കളയുന്നവരാരാ? വെറും അധര വ്യായാമങ്ങളായി മാത്രം നമസ്കാരത്തെ കാണുന്നവരാരാ? ഖുർആനിൻ്റെ കാര്യത്തിൽ ശരിക്കും ബന്ധം ചേർത്തവൻ ആരാണ്? ആരാണ് അതിനോട് അകലം പാലിച്ചവൻ? അള്ളാഹുവിൻ്റെ ദിക്റുകൾ കേൾക്കുമ്പോൾ അവഗണിച്ചു മാറിപ്പോയവൻ ആരാണ് എന്നതൊക്കെയുള്ള ഗൗരവം, അതിൻ്റെ ഗൗരവത്തെ അള്ളാഹു ഒരു താക്കീത് എന്ന നിലക്ക് കൃത്യമായി അത് അവന് ബോധ്യമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ വചനത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ രണ്ട് നിലക്കൊന്ന്, ഒരു സന്തോഷ വാർത്ത ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ അള്ളാഹു അറിയുന്നു, പ്രതിഫലം നൽകുന്നു. മറ്റൊന്ന്, ആരാണ് അതിൻ്റെ മാന്യമായ അല്ലെങ്കിൽ വേണ്ട വിധത്തിലുള്ള അതുമായിട്ടുള്ള ബന്ധം ചേർക്കാതെ നമസ്കാരം നിർവഹിക്കാനൊക്കെ മാറി നിൽക്കുന്നത് എന്നും റബ്ബിനറിയുന്ന ഗൗരവ സ്വരമാണ് അതിലുള്ളത് എന്നുകൂടെ മനസ്സിലാക്കാം. അല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അവൻ ശക്തിയായി കൃത്യമായിട്ട് അവൻ അറിയുന്നുണ്ട് എന്നുള്ളത്. അല്ലാഹു അലം, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ബോധ്യം അല്ലാഹു നമുക്ക് എവർക്കും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.